നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറ്റ് ചെയ്യുന്നവരുടെ വലിയ സംശയമാണ് ഈ ഡയറ്റിൽ എന്തൊക്കെ കഴിക്കാം, എങ്ങനെ തയ്യാറാക്കാം എന്ന്. ഡയറ്റിൻ്റെ ആമുഖ വീഡിയോ ഒന്ന് കാണുകയും ഫുഡ് ലിസ്റ്റ് ഒന്ന് വായിക്കുകയും ചെയ്താൽ എല്ലാം എളുപ്പമാണ്. സാധാ ഡയറ്റിൽ നിന്നും കൂടുതലായി ബട്ടർ, ചീസ്, ഒലിവ് ഓയിൽ എന്നിവ മാത്രമേ LCHFിലുള്ളൂ. സാധാ ലൈഫിലെ കറികൾ അധികവും കുറച്ചു മാറ്റങ്ങളോടെ തനതായ രുചിയിൽ നമുക്ക് ഇവിടെയും തയ്യാറാക്കാം. മുന്നേ ഞാൻ മുട്ടക്കറി, മുട്ട റോസ്റ്റ്, പുളിങ്കറി എല്ലാം തയ്യാറാക്കിയിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറാണ്. സ്ഥിരം ശൈലിയിൽ നിന്ന് കുറച്ച് മാറി, എന്നാൽ അതേ രുചിയിൽ ഇതും നമുക്ക് തയ്യാറാക്കാം. പിന്നെ ഓണമല്ലേ വരുന്നത്. ഡയറ്റിൽ കോളിഫ്ലവർ റൈസിൻ്റെ കൂടെ നമുക്കും ഒരു സാമ്പാർ അയച്ചൊരു സദ്യ ഉണ്ണാം. പെരുന്നാൾ വെക്കേഷൻ സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം വാങ്ങിച്ചൊരു സാമ്പാർ പാക്കാണിത്. ഇതിനകത്ത് 2 കഷ്ണം മത്തനും 2-3 ബീൻസിൻ്റെ അതുണ്ട്. അതൊരു വിഷയമാക്കി എടുക്കണ്ട. എന്നാലും കഴിയുന്നതും നമ്മൾ LCHF വെജിറ്റബിൾസ് വെച്ചുകൊണ്ട് തന്നെ സാമ്പാറൊക്കെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ. ആദ്യം കുറച്ച് പുളി വെള്ളത്തിലിടാം. ഞാനിവിടെ ഒരു 2 കഷ്ണം കുടംപുളി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ നമ്മൾ സാധാരണ സാമ്പാറിലേക്ക് ഇടുന്ന അത്രയൊന്നും പുളി ഇവിടെ ആവശ്യമില്ല. ചെറിയൊരു പുളി മതി. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് 4 കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കാം. 2 ആൾക്ക് വേണ്ടി ഒരു നേരം കഴിക്കാനാണ് ഞാനിവിടെ സാമ്പാർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 2 പിടി തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ വറുത്ത് പൊടിച്ച് വെക്കുകയാണ് എളുപ്പമുള്ളത്. അതാണ് നമുക്ക് കൂടുതൽ സൗകര്യം. ഇവിടെ ഞാൻ കഷ്ണങ്ങളൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വെണ്ടയ്ക്ക, വഴുതന, ചെരങ്ങ, കുമ്പളം, പീച്ചിങ്ങ, മുരിങ്ങാക്കായ, പിന്നെ ഒരു 3 ബീൻസേ ഉള്ളൂ. അതിനകത്ത് കുരുവൊന്നും ഉണ്ടാവില്ല. പിന്നെ മത്തനാണ്. പിന്നെ ഒരു 2 കഷ്ണം ക്യാരറ്റും ഉണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഇനി ചെറിയുള്ളി തൊലിച്ചിടാം, 3 സ്പൂണ് സവാള ഇടാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല, ഇത് മാത്രം എടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലുണ്ടായിരുന്ന വെണ്ട വേറെ എടുത്തിട്ടുണ്ട്. വെണ്ട നമുക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം സാമ്പാറൊക്കെ തിളച്ചിട്ട് ആ തിളക്കുന്നതിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു തക്കാളിയും സാമ്പാർ കഷ്ണങ്ങളൊക്കെ തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾ ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ കഷ്ണങ്ങളുടെ ഒപ്പം വെള്ളം വെച്ച് കൊടുക്കും. അപ്പോൾ അത്ര തന്നെ വേണമെന്നില്ല. ഇനി ഇത് അടച്ചു വെക്കാം. ഇത് വേവായി വരുമ്പോഴേക്ക് നമുക്ക് വെണ്ടക്ക ഒന്ന് മുറിച്ച് വഴറ്റിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ വെണ്ട ചേർക്കാം. സാമ്പാർ കഷ്ണങ്ങൾ വെന്ത് വരുമ്പം വെണ്ട ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതൊരു പകുതി വേവാകുമ്പോൾ ഇനി വെണ്ടയും തക്കാളിയും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ ഒരു പകുതി വേവായിട്ടുണ്ട്. തക്കാളി ചേർക്കാം. തക്കാളി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നാൽ വെണ്ട കഷ്ണങ്ങൾ ഇടാം. ചില കഷ്ണങ്ങൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആക്ച്വലി വഴുതന ഞാൻ നേരത്തെ ഇടരുതായിരുന്നു. വഴുതനയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇനി കുറച്ച് നേരം കൂടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അലിഞ്ഞു പോകും. ബാക്കി മത്തൻ കഷ്ണമൊക്കെ ഇനി വെണ്ടയും തക്കാളിയൊക്കെ ഒന്ന് വേവുമ്പോഴത്തേന് മത്തൻ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി വെണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണ നമ്മൾ ഒഴിക്കണ്ട, എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ഇതേ പാനിൽ തന്നെ ഇനി തേങ്ങ വറുത്തെടുക്കാം. ആദ്യം പുളി ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ നല്ല പുളിയുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കഷ്ണങ്ങൾ ഇവിടെ ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മതി, 1 ടീസ്പൂണോളം സാമ്പാർ പൊടി മതി. 1 ടീസ്പൂണ് സാമ്പാർ പൊടി മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ സാമ്പാർ പൊടിയുടെ ചെറിയൊരു ടേസ്റ്റേ ആവശ്യമുള്ളൂ. സാധാരണ കറിയിലേക്ക് ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കുത്തൽ ഫീൽ ചെയ്യും. ഇനി അടച്ച് വെക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൽ ചെറുതായിട്ട് പരിപ്പൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. ഒരു ടീസ്പൂണല്ലേ എടുത്തിട്ടുള്ളൂ.
പിന്നെ 2 ആൾക്ക് കഴിക്കാനുമാണ്. അപ്പോൾ ഞാനിതിവിടെ ഇപ്പം ഓഫ് ചെയ്തിരിക്കണ്. വെള്ളമൊക്കെ പാകമായതുകൊണ്ട് ഇനി അത് കത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരത്തെ തന്നെ വറുത്ത തേങ്ങ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അത് പൊടിച്ച് വെച്ചാൽ ഇതിലേക്ക് നേരെ ചേർത്ത് കൊടുക്കാം. സാധാരണ എൻ്റെ കയ്യിൽ വറുത്ത തേങ്ങ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അത് കഴിഞ്ഞേ ഉള്ളൂ. ഞാനിതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പാറിൽ പാകത്തിന് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഈ പൊടിച്ചത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള കഷ്ണങ്ങൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവ് പാകമാണ്, ഉപ്പ് കുറവാണ്, പുളിയും പാകമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വഴുതന കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ സാമ്പാർ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ എന്തെങ്കിലും വേവ് കൂടി പോകുന്നു തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി അരച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ജാറിലുള്ള തേങ്ങ ഒന്ന് കലക്കിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. കഷ്ണങ്ങൾ കൂടുതൽ ഉടഞ്ഞു പോകണ്ട. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മളിട്ട സാമ്പാർ പൊടിയിലുള്ള എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ എരിവ് കൂടി പോകണ്ടെന്ന് കരുതിയിട്ടാണ് പച്ചമുളക് ചേർക്കാഞ്ഞത്. സാമ്പാർ പൊടി എന്തായാലും നമുക്ക് ചേർക്കണം. അപ്പോൾ പിന്നെ പച്ചമുളകാണെന്ന് മാറ്റി വെക്കാൻ പറ്റിയത്. അപ്പോൾ എരിവൊക്കെ എനിക്ക് പാകമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഇനി എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടാനിൽ നേരിയ എരിവും പുളിയും ഉപ്പൊക്കെ മതി. അപ്പോൾ എന്തായാലും ഇതൊന്ന് തേങ്ങ ഒക്കെ ഇട്ടിട്ട് തേങ്ങക്കൊന്ന് വെന്ത് തുള്ളി വന്നാൽ മതി. എല്ലായിടത്തും ഒന്ന് സാമ്പാർ തുള്ളി വരുന്നിട്ടുണ്ട്. ഞാൻ തുള്ളി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നതിനാണ് കേട്ടോ. ഇനി നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് പാകമാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. ഇതിലൊരു സ്പെഷ്യൽ കടുക് വറുത്തൊഴിക്കുന്ന രീതിയുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇതിലേക്ക് ഒരു ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഇടിക്കുന്ന കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ നേരത്തെ തേങ്ങ വറുക്കാനെടുത്ത അതേ പാന് തന്നെയാണ്. ഞാനൊരു ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കടുക് വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായാൽ തീ കുറച്ചതിന് ശേഷം നമുക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളി ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടി വന്നാൽ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം ഇലകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. വറ്റൽമുളക് കൂടുതൽ ചേർക്കാത്തത് എരിവ് കൂടി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മൾ സാധാരണ ചോറിലേക്ക് എടുക്കുന്ന അത്രയൊന്നും എരിവ് ഇവിടെ ആവശ്യമില്ല. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിക്കാം. ഇനി ഇത് അടച്ച് വെക്കാം. വിളമ്പാൻ നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം എടുത്താൽ മതി. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സാമ്പാറാണിത്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വിളമ്പാനുള്ള പാത്രത്തിൽ ഇടാം. ആ കടുക് വറുത്തതൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആയി കിട്ടിയാൽ മതി. അധികം ഒന്നും വെള്ളത്തിൻ്റെ അംശമില്ല. നല്ല കുറുകിയിട്ടാണ് സാമ്പാർ ഇരിക്കുന്നത്. നമ്മൾ ചോറിലേക്ക് കുഴക്കുന്ന പോലെ ഒന്നും ഈ കോളിഫ്ലവർ റൈസിലേക്ക് ആവശ്യമില്ല.
ഇനി ഇത് തനിച്ച് കഴിക്കാനാണെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. എരിവൊക്കെ നല്ല കുറവാണ്, നല്ല പാകമാണ്. ചോറിന് പകരം കോളിഫ്ലവർ റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു. ലെങ്ത് കൂടും എന്നതുകൊണ്ട് ഇവിടെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പിന്നോട്ട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. സാമ്പാറിൻ്റെ കൂടെ തൈരും കൂട്ടിയാണ് കഴിച്ചത്. സാമ്പാർ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഉപ്പും എരിവും ഒക്കെ പാകമാണ്. പിന്നെ ഇവിടെ ഞാൻ ചോറ് തയ്യാറാക്കിയപ്പോൾ അതിലേക്കുള്ള ഉപ്പ് അതിൽ തന്നെ ചേർത്തിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം തൂമ്പിച്ചെടുത്തത് നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും സാമ്പാർ വറവിടാൻ എടുക്കുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും മല്ലിയിലയും പിന്നെ ജീരകവും ഉലുവയും ഒക്കെ ചേർത്തതിൻ്റെ പ്രത്യേക ടേസ്റ്റ് നല്ല നന്നായിട്ട്. സാധാരണ കോളിഫ്ലവർ റൈസ് അല്ലെങ്കിൽ പുട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് കോളിഫ്ലവറിൻ്റെ ഒരു പ്രത്യേക രുചി എടുത്ത് കാണിക്കുന്നു എന്ന്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നമുക്ക് ചോറിന് പകരം LCHFൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ കോളിഫ്ലവർ റൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.